യെശയ്യാവിൻ്റെ പ്രവചനം 51-ാം അധ്യായം 9-ാം തിരുവചനം പറയുന്നു, കർത്താവിൻ്റെ ഭുജമേ ഉണരുക, ഉണർന്ന് ശക്തി ധരിക്കുക. മുൻകാല തലമുറകളെ പൂർവകാലങ്ങളിലെ പോലെ ഉണരുവിൻ. വലതുരുത്തെന്ന് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം പറയാണ്, നിങ്ങൾ ഉണരുക, ഉണർന്ന് ശക്തി ധരിക്കുക. ഹല്ലേലൂയ. ഈ ഉണർവിൻ്റെ അഭിഷേകത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. ദൈവസ്തുതി ആരാധനയിലൂടെ പുതിയൊരു ഉണർവിൻ്റെ അഭിഷേകത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും നയിക്കുക. പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷയ്ക്ക് നമ്മളെ സഹായിക്കുന്നത് ശാലോം ശുശ്രൂഷകനായ മനോജ് തോമസ്. അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് നമുക്ക് കർത്താവിൻ്റെ ഉണർവിൻ്റെ അഭിഷേകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 6, അതിൻ്റെ ഹെഡിങ് ഇപ്രകാരമാണ്: വിശ്വാസികൾക്ക് ഉപദേശം. വിശ്വാസികൾക്ക് പത്രോസ്ലീഹ ഒരു ഉപദേശം നൽകുകയാണ്. 5-6 ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തിക്കൊള്ളും. വലതുകരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, വിശ്വാസികൾക്ക് പത്രോസ്ലീഹ നൽകുന്ന ഉപദേശമാണ്: ദൈവത്തിന്റെ കരത്തിന്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. പത്രോസ്ലീഹായ്ക്ക് അത് പറയുവാൻ അനേക കാരണങ്ങളുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയെ ഏറ്റവും അധികം തള്ളിപ്പറഞ്ഞവരിൽ പ്രമുഖനായിരുന്നു പത്രോസ്ലീഹ. ആ പത്രോസ്ലീഹായാണ് പറയുന്നത്, നമ്മളെ ഉപദേശിക്കുന്നത്, നിങ്ങൾ അവിടുത്തെ സന്നിധിയിൽ താഴ്മയോടെ നിൽക്കുവിൻ, ദൈവം നിങ്ങളെ ഉയർത്തും. എന്നാൽ നാം ഇപ്രകാരം വായിക്കുന്നു വചനങ്ങളിൽ. പ്രിയപ്പെട്ടവരെ, എത്രമാത്രം ആവേശത്തോടെ പത്രോസ്ലീഹ ഈശോയെ തള്ളിപ്പറയുവാൻ കാണിച്ച അതിലേറെ ആവേശത്തിൽ ഈശോയോട് ചേർന്ന് നിന്നു. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പത്രോസ്ലീഹായ്ക്ക് ഉറപ്പായി നമുക്ക് ഒരു ഉപദേശം നൽകുവാനായിട്ട് സാധിക്കും. ആരെല്ലാം ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുന്നുവോ അവരെയെല്ലാം അതാത് സമയത്ത് ദൈവത്തിന്റെ സമയത്തിന്റെ പൂർണ്ണതയിൽ ഉയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി സ്വരമുയർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തിബേരിയോസ് കടൽക്കരയില് ആ രാത്രി മുഴുവൻ പത്രോസും മറ്റ് 5 ശിഷ്യന്മാരും അധ്വാനിക്കുകയാണ്. യാതൊന്നും അവർക്ക് ലഭിച്ചില്ല. പ്രഭാതത്തിൽ ഈശോ അവിടെ സന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് അവരോട് പറയുകയാണ്, വലതുവശത്തേക്ക് വലയെറിയുക. ഈശോയെ തള്ളി പറഞ്ഞുകൊണ്ട് പഴയ മുക്കോ പണിയിലേക്ക് കടന്നു വന്ന ശിഷ്യന്മാരെ അന്വേഷിച്ച് തിബേരിയോസ് കടൽക്കരയിലേക്ക് കടന്നു വന്ന തമ്പുരാൻ, പ്രിയപ്പെട്ടവരെ, പത്രോസ് മനസ്സിലാക്കുകയാണ്, തങ്ങൾക്ക് ഇന്ന് വരെ ലഭിച്ചിട്ടില്ലാത്ത തരത്തിൽ മത്സ്യസമ്പത്ത് നൽകിയത് കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞ മാത്രയിൽ പത്രോസ്ലീഹ അന്ന് വരെ തനിക്ക് ലഭിച്ചിട്ടില്ലാത്ത മത്സ്യസമ്പത്ത് അവിടെ ഉപേക്ഷിച്ചുകൊണ്ട്, മത്സ്യവും വലയും വള്ളവും അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് കടലിലേക്ക് എടുത്തു ചാടി കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. കരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ ചേർത്ത് നിർത്തി ഈശോ അവർക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പത്രോസ്ലീഹ അടിവരയിട്ട് പറയുകയാണ്, ആരെല്ലാം ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുന്നുവോ അവരെല്ലാം ഉയർത്തുന്നവനാണ് നമ്മുടെ സർവശക്തനായ കർത്താവ്. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. പാതാളത്തോളം നാം താഴ്ത്തപ്പെട്ടവരാണെങ്കിലും ആകാശത്തോളം നമ്മളെ ഉയർത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. പാതാളത്തോളം വേദനയുടെ നടുക്കടലില് അകന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിലും യേശുവിനെ അന്വേഷിച്ചു പോയാൽ ഈശോ അവിടത്തേക്ക് അവനെ ആകാശത്തോളം ഉയർത്തുന്നവനാക്കും. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വേദനകളെല്ലാം ഒരു നിമിഷം കണ്ണുകളടച്ച് ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ അലട്ടുന്ന എല്ലാ വേദനകളും ഈശോയെ ഉപേക്ഷിച്ച എല്ലാ നിമിഷങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഈശോയോട് നമുക്ക് പറയാം, എൻ്റെ ദൈവമേ, ഞാനിതാ അങ്ങേ
അങ്ങയുടെ കരത്തിന്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുന്നു. അങ്ങേക്കിത് അങ്ങയുടെ സമയമാണെങ്കിൽ എന്നെ അവിടുന്ന് ഉയർത്തണമേ. എന്റെ വേദന അവിടുന്ന് കാണണമേ. എന്റെ രോഗത്തിന്റെ അവസ്ഥകൾ കാണണമേ. എന്റെ കടബാധ്യതകൾ കാണണമേ. കരമുയർത്തി നമുക്ക് അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ കരത്തിന് കീഴിൽ ഞങ്ങൾ താഴ്മയോടെ നിൽക്കുന്നു. ദൈവമേ, ഞങ്ങളെ ഉയർത്തണമേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, പാതാളത്തോളം താഴ്ത്തപ്പെട്ടാലും ആകാശത്തോളം ഉയർത്തുന്നവനായ തമ്പുരാനെ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളെ ആരാധിക്കുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. പാതാളത്തോളം താഴ്ത്തപ്പെട്ടാലും ആകാശത്തോളം ദൈവമുയർത്തും. പാതാളത്തോളം താഴ്ത്തപ്പെട്ട എത്രമാത്രം ഞാൻ താഴ്ത്തപ്പെട്ടവനായാലും ആകാശത്തോളം എന്നെ ഉയർത്തുവാൻ എന്റെ ദൈവത്തിന് ഒരു നിമിഷം മതി. അവൻ നിന്നെ ഉയർത്തും, അവൻ എന്നെ ഉയർത്തും, അവൻ വളർത്തും. ആകാശത്തോളം നിന്നെ വളർത്തും, അവൻ നിന്നെ ഉയർത്തും, അവൻ നിന്നെ വളർത്തും. എന്റെ കർത്താവേ, ആകാശത്തോളം നിന്നെ വളർത്തും. താളത്തിൽ ശക്തമായ കരമടിച്ച് ആനന്ദത്തോടെ നമ്മളെ ഉയർത്തുന്നവനായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടവനാണെങ്കിലും വിഷമിക്കാതെ ദൈവത്തിന്റെ കരത്തിന്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുന്നുവെങ്കിൽ അവിടുന്ന് നമ്മളെ ഉയർത്തും. അവനാണ് നമ്മുടെ ദൈവം. ശക്തമായ കരമടിച്ച് ദൈവത്തിൻ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിന്ന അവിടുന്നു നിന്നെ ഉയർത്തും. തക്ക സമയത്തു നിന്നെ ഉയർത്തും. ദൈവത്തിൻ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിന്ന അവിടുന്ന് നിന്നെ ഉയർത്തും. തക്ക സമയത്തു നിന്നെ ഉയർത്തും. കരമുയർത്തി പാതാളത്തോളം താഴ്ത്തപ്പെട്ടാലും ആകാശത്തോളം ദൈവമുയർത്തും. പാതാളത്തോളം താഴ്ത്തപ്പെട്ടാലും ആകാശത്തോളം ദൈവമുയർത്തും. അവൻ നിന്നെ ഉയർത്തും, അവൻ നിന്നെ വളർത്തും. ആകാശത്തോളം നിന്നെ വളർത്തും, അവൻ നിന്നെ ഉയർത്തും, അവൻ നിന്നെ വളർത്തും. ആകാശത്തോളം നിന്നെ വളർത്തും. ജെറമ്യ 29:11 പറയുന്നു, നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, മറിച്ച് നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിന്നെ കുറിച്ചൊരു പദ്ധതി ദൈവത്തിൻ മനസ്സിലുണ്ട്. അതു നിന്റെ നാശത്തിനല്ല, ക്ഷേമത്തിൻ പദ്ധതിയാണല്ലോ. ആമേൻ. നിന്നെ കുറിച്ചൊരു പദ്ധതി ദൈവത്തിൻ മനസ്സിലുണ്ട്.
41:13 പ്രകാരം പറയുന്നു, നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് മകനേ, ഞാൻ നിന്നെ സഹായിക്കും, വലതുകരം പിടിച്ചു നയിക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് മകളേ, ഞാൻ നിന്നെ സഹായിക്കും, വലതുകരം പിടിച്ചു നയിക്കും. എല്ലാവരും ചേർന്ന് കൈയുയർത്തി സന്തോഷത്തോടെ ആകാശത്തോളം താഴ്ത്തപ്പെട്ടാലും ആകാശത്തോളം ദൈവമുയർത്തും, പാതാളത്തോളം താഴ്ത്തപ്പെട്ടാലും ആകാശത്തോളം ദൈവമുയർത്തും. അവൻ നിന്നെ ഉയർത്തും, അവൻ നിന്നെ വളർത്തും, ആകാശത്തോളം നിന്നെ വളർത്തും. ആവർത്തിച്ച് അവൻ നിന്നെ ഉയർത്തും, അവൻ നിന്നെ വളർത്തും, യേശുവിനെ ഉയർത്തുന്ന സമയം, ആകാശത്തോളം എന്നെ ഉയർത്തുന്ന നിമിഷം നിന്നെ ഉയർത്തും, ഈശോയ്ക്ക് കൊടുക്കാം. നിന്നെ വളർത്തും, പൂർണ്ണമായി വിട്ടുകൊടുത്ത് ആകാശത്തോളം നിന്നെ വളർത്തും. അവൻ നിന്നെ ഉയർത്തും, അവൻ നിന്നെ വളർത്തും, ആകാശത്തോളം. എന്നെ ഉയർത്തുന്ന കർത്താവിന്റെ സന്നിധിയിലേക്ക് കരമുയർത്തി, എന്നെ വളർത്തുന്ന കർത്താവേ, അവിടുത്തെ കരത്തിന്റെ കീഴിൽ ഞങ്ങൾ താഴ്മയോടെ നിൽക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളെ വളർത്തണമേ. യേശുവേ, ഞങ്ങളെ ഉയർത്തണമേ. യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളെ ആരാധിക്കുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളെ ആരാധിക്കുന്നു. ആരാധന, 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 ആരാധന. യേശുവേ, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന. അവൻ നിന്നെ ഉയർത്തും, അവൻ നിന്നെ വളർത്തും, ആകാശത്തോളം നിന്നെ വളർത്തും. അവൻ നിന്നെ ഉയർത്തും, അവൻ നിന്നെ വളർത്തും, ആകാശത്തോളം നിന്നെ വളർത്തും. പ്രിയമുള്ളവർ,